നമസ്കാരം. ചതയം നക്ഷത്രം 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്മിശ്രമായ ഫലങ്ങളാണ്. 7.5 ശനിയാണ് ഇവർക്ക് കടന്നു പോകുന്നത്. എങ്കിലും ശനിയുടെ ആ ഒരു ആധിക്യം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ശനി 2.5 ശനിയുടെ 2ാം ഘട്ടം ആധിക്യം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സഫലമാവുകയും ജോലി നഷ്ടപ്പെട്ടവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനോ പുതിയ ജോലി കണ്ടുപിടിക്കാനോ പുതിയതായിട്ട് ഏതെങ്കിലും ബിസിനസ് ചെയ്യാനോ ഒക്കെയുള്ള സമയം സംജാതമാകുന്നുണ്ട്. ഏതെങ്കിലും സുഹൃത്തുക്കൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുമിത്രാദികൾ മൂലമോ ഒക്കെ ഇവർക്ക് ബിസിനസ്സൊക്കെ ചെയ്യാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നുവിടുന്നുണ്ട്. ഭാര്യയുടേതായ സ്വത്ത് കൈവശം വയ്ക്കുകയോ അത് വിറ്റ് പണമാക്കി നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലൊക്കെ അത് ഉപയോഗിക്കാനൊക്കെ സാധ്യമാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. യുവജനങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ദുഷ്കീർത്തി, അപമാനം എന്നിവയൊക്കെ സഹിക്കേണ്ടതായിട്ട്, ആരോപണങ്ങൾക്കൊക്കെ വിധേയമാകേണ്ടതായിട്ട് വരുന്നുണ്ട്. സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനഭ്രംശമോ സ്ഥലം മാറ്റമോ ഒക്കെ വന്ന് ഭവിക്കാനുള്ള യോഗം കാണുന്നു. മേലധികാരികളുമായിട്ട് നല്ലൊരു രമ്യതയിൽ വർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ചില കരാറുകളിലൊക്കെ നിങ്ങൾ ശക്തമായിട്ട് ബലപ്രയോഗം മൂലം ഒപ്പിടേണ്ട സാഹചര്യങ്ങളൊക്കെ വരാം. അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ട് കരാറുകളൊക്കെ ഒപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ജാഗ്രത എപ്പോഴും പുലർത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. ഓഹരി വിപണിയിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്ക വയ്യ. അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിലൊക്കെ നേരത്തെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ അത് പിൻവലിക്കാനോ പുതിയതായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. പൂർവിക സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും തറവാട്ടിൽ മൂത്ത കാരണവന്മാരുമായിട്ടൊക്കെ സ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അതിൽ നിങ്ങളും കൂടെ ഭാഗവത്താകേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതിനോടൊപ്പം തന്നെ അവിടെ ഏതെങ്കിലും നല്ല തൊഴിലിലൊക്കെ നിങ്ങൾക്ക് കയറാനൊക്കെ ആയിട്ട് സാധിക്കും, ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. പ്രവർത്തന രംഗം ഉന്മേഷപൂർണ്ണമാക്കാനായിട്ട് നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്യുക. ദൈവാധീനം നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതുവരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ കടന്നു പോയപ്പോൾ ഈശ്വരനേകം വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് കരുതുന്നവരാണെങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ച് നല്ലൊരു സന്തോഷത്തോടും ഉന്മേഷത്തോടുള്ള മാനസികാവസ്ഥയുമായിട്ട് മുന്നോട്ട് പോയാൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് സന്താനങ്ങളുടെ വിവാഹം, ജോലി, പഠനം ഇതൊക്കെ കുറിച്ച് ആലോചിച്ചും സന്താനങ്ങൾക്ക് ആവശ്യ സമയത്ത് പണം കൊടുക്കാൻ സാധിക്കാതിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പണം കണ്ടെത്താനൊക്കെ ആയിട്ട് നിങ്ങൾ കുറേയേറെ കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. സർക്കാർ നടപടികളൊക്കെ നേരിട്ടവർക്ക് അതൊക്കെ മാറി അനുകൂലമായൊരു തീരുമാനമൊക്കെ വന്നു ചേരുന്നതാണ്. പുനർവിവാഹം ആഗ്രഹിക്കുന്ന മധ്യവയസ്കരായ ആളുകൾ, 2ാം മാരേജ്, 2nd മാരേജൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് സാധ്യമാകുന്നുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ മൂലം നിങ്ങളുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമാകുന്ന ഒരു കാലയളവാണ്. പല പരിശ്രമങ്ങളും പാഴായി പോകുമെങ്കിലും വർഷാവസാനത്തോടുകൂടി നിങ്ങളുടെ വീണ്ടുമുള്ള പരിശ്രമം കൊണ്ട് അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. തൊഴിൽശാലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലം വളരെ ആകർഷകമായി തോന്നാനും സ്ഥിരമായിട്ട് സന്തോഷമായിട്ട് ജോലി ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരായുടെ പെരുമാറ്റം നിങ്ങൾക്ക് അനുകൂലമാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജോലി ചെയ്യാനുള്ളൊരു സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. വർഷാവസാനത്തോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാകുകയും കർമ്മരംഗം പുഷ്ടിപ്പെടുകയും ചെയ്യുന്നതിനാൽ കൂടുതൽ ഗുണാധിക്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ദോഷപരിഹാരമായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. ശനിയാഴ്ച ദിവസം വ്രതം നോൽക്കുക. വർഷത്തിലൊരിക്കലെങ്കിലും ശാസ്താവിന് ശബരിമല ദർശനം നടത്തുക. 41 ദിവസം വ്രതമെടുത്ത് ശബരിമല ദർശനം നടത്തുക. സാധ്യമെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശനീശ്വര ദോഷങ്ങൾ മാറിയിരിക്കുന്നതും ശനിയാഴ്ച ദിവസം എള്ളെണ്ണ തേച്ച് കുളിക്കുന്നതും ശനീശ്വര ജപം മന്ത്രം ജപിക്കുന്നതും ശനിയാഴ്ച ദിവസം അർദ്ധരാത്രിയുള്ള അത്താഴം ഉപേക്ഷിച്ച് അസ്തമനത്തിന് മുൻപായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും വളരെ നന്നായിരിക്കും. ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2024 എന്ന് പറയുന്നത് നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നിങ്ങളെ ആശംസിക്കുന്നു.